പ്രിയ ശ്രോതാക്കളെ, ദ സ്റ്റോറി ഓഫ് ദി സയൻസിൻ്റെ 216 അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വിശുദ്ധ ജോസഫ് കഫാസോയ്ക്ക് ശേഷം ഈ ആഴ്ച വേദപാരംഗതനായ അലക്സാണ്ട്രിയയിലെ വിശുദ്ധ സിറിലിനെ കുറിച്ചാണ്. കിഴക്കൻ സഭയിലെ ഒരു പ്രധാനപ്പെട്ട സഭയായിരുന്ന അലക്സാണ്ട്രിയയിലെ പാത്രിയർക്കീസ് ആയിരുന്നു വിശുദ്ധ സിറിൽ. ക്രിസ്തുവിൻ്റെ ഏക വ്യക്തിത്വത്തെ നിരാകരിക്കുന്ന നെസ്തോറിയൂസ് മതവിരുദ്ധവാദത്തെ പ്രതിരോധിച്ചിരുന്ന ഒരു മഹാനായ വിശ്വാസ സംരക്ഷകനായിരുന്നു വിശുദ്ധ സിറിൽ. 431 എഫേസോസ് സമിതിയിൽ പാപ്പയുടെ പ്രതിനിധിയായി അധ്യക്ഷം വഹിക്കുകയും വിശുദ്ധന്റെ പ്രേരണയാൽ ദൈവപുത്രനായ യേശു ഒരേ സമയം ദൈവവും മനുഷ്യനുമാണെന്നും യേശുവിന്റെ മാതാവായിരുന്ന കന്യകാമറിയം ശരിക്കും ദൈവമാതാവാണെന്നുള്ള സിദ്ധാന്തങ്ങളെ വ്യക്തമാക്കപ്പെട്ടു. 444 വിശുദ്ധ സിറിൽ മരണപ്പെടുന്നത്. സഭയിലെ ഏറ്റവും വലിയ വേദപാരംഗതന്മാരിൽ ഒരാളായി തിരുസഭ വിശുദ്ധനെ ആദരിക്കുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തെ ആസ്പദമാക്കിയുള്ള വിശുദ്ധന്റെ വ്യാഖ്യാന രചന നമുക്ക് ലഭിച്ചിട്ടുള്ള വളരെ അമൂല്യമായ പ്രമാണങ്ങളിൽ ഒന്നാണ്. തിരുസഭയിലെ മഹാന്മാരായ ഗ്രീക്ക് പിതാക്കന്മാരിൽ ഒരാളാണ് വിശുദ്ധ സിറിൽ. ക്രിസ്തുവിന്റെ ഏകത്വത്തെ നിരാകരിച്ച നൊസ്റ്റേരിയോസിനെതിരെ പോരാടുവാനായി ദൈവം അയച്ച ഒരു പരിചയം വീരനുമായിരുന്നു വിശുദ്ധൻ. ഈ മതവിരുദ്ധവാദം വിജയിക്കുകയായിരുന്നെങ്കിൽ പരിശുദ്ധ കന്യകാമാതാവിനെ ദേവമാതാവ് എന്ന് വിളിക്കുവാൻ സാധിക്കുമായിരുന്നില്ല. വിശുദ്ധ അത്തനാസിയൂസിനും വിശുദ്ധ ഓഗസ്റ്റിനെയും ഒഴിച്ചു നിർത്തിയാൽ വിശുദ്ധ സിറിലിനെ തുല്യനായി മറ്റൊരു യാഥാസ്ഥിതികവാദിയെ തിരുസഭാ ചരിത്രത്തിൽ കാണുവാൻ കഴിയുകയില്ല. 431 എഫേസോസിലെ സഭാ സമ്മേളനത്തിന്റെ കാര്യക്ഷമമായ മേൽനോട്ടമായിരുന്നു വിശുദ്ധന്റെ ഏറ്റവും വലിയ നേട്ടം. ആ സമ്മേളനത്തിന്റെ ആത്മാവ് വിശുദ്ധനായിരുന്നു. സെലസ്റ്റിൻ പാപ്പ വിശുദ്ധനെയായിരുന്നു ആ സമ്മേളനത്തിലെ തന്റെ പ്രതിനിധിയായി നിയോഗിച്ചിരുന്നത്. ഈ സമ്മേളനത്തിൽ 2 പ്രധാനപ്പെട്ട സിദ്ധാന്തങ്ങൾ വിശദീകരിക്കപ്പെട്ടു. യേശുവിൽ ഒരു വ്യക്തിത്വമാണ് ഉള്ളതെന്നും സിദ്ധാന്തം, മറിയം ദേവമാതാവ് എന്ന് വിളിക്കപ്പെടുവാൻ അർഹയാണെന്ന സിദ്ധാന്തവുമായിരുന്നു അവ. രണ്ടാമത്തെ പ്രമാണത്തെ വിജയകരമായി അംഗീകരിപ്പിച്ചു എന്നതാണ് വിശുദ്ധനെ ആദരണീയനാക്കുന്ന വിശേഷങ്ങളിൽ ഒന്ന്. വിശുദ്ധന്റെ രചനകളിലെ അഗാധവും വ്യക്തതയും കാരണം ഗ്രീക്കുകാർ വിശുദ്ധനെ പിതാക്കന്മാരുടെ മുദ്ര എന്നാണ് വിളിച്ചിരുന്നത്. 32 വർഷത്തോളം റോമിലെ മെത്രാനായിരുന്നതിന് ശേഷം 444 വിശുദ്ധൻ മരണപ്പെടുന്നത്. എഫേസോസ് സമിതിയിൽ വെച്ച് പരിശുദ്ധ മാതാവിന് നൽകിയ ആദരവിന്റെ ഏറ്റവും ആദരണീയമായ സ്മാരകമായി സെന്റ് മേരീസ് മേജർ ബസിലിക്ക നിലകൊള്ളുന്നു. ആ പുണ്യഭൂമിയിലേക്കുള്ള പ്രവേശന കവാടത്തിൽ യേശുവിന്റെയും മറിയത്തിന്റെയും ജീവിതത്തിലെ പ്രധാന സംഭവങ്ങളെ മൊസൈക്കിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇന്നത്തെ ചിന്താവിഷയം എന്താണെന്ന് ശ്രദ്ധിക്കാം. നമ്മളെ കേൾക്കുന്നവരോട് സംസാരിക്കണം. നമ്മളെ സാന്നിധ്യം കൊണ്ട് സന്തോഷിക്കുന്നവർക്ക് വേണ്ടി സമയം കണ്ടെത്തണം. നമ്മളെ ഓർക്കുക പോലും ചെയ്യാത്തവരെ കുറിച്ച് ഓർത്ത് വേദനിച്ച് സമയം പാഴാക്കരുത്. ഏവർക്കും നന്ദി.